വീടിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ എന്ന് തപ്പി നടന്നതാണ്. പുതിയ സ്ഥലമായതുകൊണ്ട് വലിയ പരിചയമൊന്നുമില്ല. 5-6 മിനിറ്റ് നടന്നപ്പോൾ എത്തിയിട്ടാണ് നമ്മൾ. നോമ്പ് തുടങ്ങാൻ പോവല്ലേ, അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ ഒരു ഐറ്റംസ് എല്ലാം കണ്ടിട്ട് വല്ലാത്തൊരു ഫീലായിപ്പോയി. കാരണം നോമ്പ് തൊട്ടടുത്ത് എത്തി എന്നുള്ളൊരു ഫീലായി. ഷോപ്പിംഗ് മാളും വീടും ഓഫീസൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ട് കാണാറുണ്ട് നോമ്പിന്. വീട്ടിലേക്കുള്ള സാധനങ്ങളും അതുപോലെ തന്നെ റമദാൻ്റെതായ സ്പെഷ്യൽ പ്രൊമോഷൻസും ഇതാ കണ്ടില്ലേ. ഫ്രോസൺ ആയിട്ടുള്ള സമൂസയും ബാക്കി ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. അധികം ആൾക്കാർ സ്റ്റോർ ചെയ്യുന്നൊരു സാധനമാണ് ഈ ഫ്രോസൺ സമൂസ. പെട്ടെന്നെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ, എന്തെങ്കിലും ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ. 2-3 ഐറ്റം അല്ല എൻ്റെ മോൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു നടക്കാൻ ഇറങ്ങലായതുകൊണ്ട് തന്നെ പൈസ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ഫേവറേറ്റ് ഐറ്റം തപ്പിയെടുത്തിട്ടുണ്ട്. ഷോപ്പിൽ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എന്തെല്ലാം അവിടെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ബലദിനാന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നേ. അത്ര വലുതൊന്നുമില്ല, പക്ഷെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. കാര്യമായിട്ടൊരു പണിയില്ലാത്ത കാരണം, പ്രത്യേകിച്ച് വീക്കെൻഡുമാണ്, നമ്മളിതാ കുറച്ചും കൂടി നടന്നിട്ടില്ല. എന്തൊക്കെ വേറെ ഷോപ്സ് ഉണ്ട് നോക്കാൻ. കുറേ അറബിക് ജ്വല്ലറീസ് കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ പോകണം അവിടെ. ഇന്ന് ഏതായാലും വന്നതല്ലേ, അവിടെ അടുത്തുള്ള ഒരു ടൈലറിങ് ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല പ്രീമിയം മാക്സികളെല്ലാം അവിടെ കണ്ടിട്ടുള്ളത്, അറബികൾ യൂസ് ചെയ്യുന്ന സ്റ്റോണിലും ത്രെഡിലും ചെയ്തിട്ടുള്ള നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ. കുറേ ലേഡീസൊക്കെ അവിടെ വന്ന് അളവെടുത്തിട്ടും പിന്നെ കളക്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാനാണ് അവരടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് വീഡിയോ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഈ തേഴ്സ്ഡേ നൈറ്റിലെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.